എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 48 ചിത്രം നോക്കൂ. കയറ്റുകട്ടിലിൽ ആ പെൺകുട്ടി കിടന്നുറങ്ങുന്നുണ്ട്. ഉറക്കത്തിൽ അവൾ ഒരു സ്വപ്നം കാണുന്നു. എന്താണ് അവൾ കാണുന്ന സ്വപ്നം? മഞ്ഞ പാവാടയും ബ്ലൗസും ഇട്ട് അവൾ നിൽക്കുന്നത്. അപ്പോൾ അവൾ മനസ്സിൽ കണ്ട സ്വപ്നം എന്തായിരിക്കും? തൻ്റെ പിറന്നാളിന് മഞ്ഞ ഉടുപ്പ് എനിക്ക് കിട്ടും, അത് ഇട്ടുകൊണ്ട് എനിക്ക് നാളെ എൻ്റെ പിറന്നാൾ സദ്യ ഉണ്ണാം എന്നതായിരുന്നു അവൾ കണ്ട സ്വപ്നം. കയറ്റുകട്ടിലിൽ കുറേ നേരം കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. കണ്ണടച്ചാലും തുറന്നാലും മുന്നിൽ പുത്തൻ മഞ്ഞ പാവാട മാത്രം. ഒരുപാട് കൊതിച്ച പാവാട തനിക്ക് കിട്ടാൻ പോകുന്നു. മഞ്ഞ പാവാടയും ഇട്ട് ഗമയിൽ വിലസുന്നത് മനസ്സിൽ കണ്ട് അവൾ കണ്ണടച്ചു കിടന്നു. അച്ഛനും അമ്മയും ഉറങ്ങിയിട്ടില്ല. അവരെന്തോ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട്. അവൾ കാതോർത്തു. തൻ്റെ മഞ്ഞപ്പാവാടയെക്കുറിച്ച് തന്നെയാണ് അവരും പറയുന്നത്. പാവാട വാങ്ങാൻ പണമില്ലാത്തതിലാണ് അച്ഛൻ്റെ വിഷമം. നീ എന്തിനാ മോൾക്ക് വെറുതെ ആശ കൊടുത്തേ? അച്ഛൻ ചോദിച്ചു. മോളുടെ വിഷമം കാണാൻ വയ്യാത്തോണ്ടാ. അമ്മയുടെ ശബ്ദം പതറി. ഇനി നാളെ അവളോട് എന്തു പറയും? അച്ഛൻ ചോദിച്ചു. ഒന്നും പറയാതെ അമ്മ എഴുന്നേറ്റു. ജനൽപ്പടിയിൽ നിന്ന് മൺകുടുക്കയെടുത്തു. അമ്മയ്ക്ക് കിട്ടുന്ന ചില്ലറ പൈസ ഇട്ടുവച്ചിരുന്ന മൺകുടുക്ക. കയറ്റുകട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കാൻ ഉപയോഗിക്കുന്ന കട്ടിൽ. ആ കട്ടിലിൽ കിടന്ന ആ പെൺകുട്ടിക്ക് കുറേ നേരം കിടന്നിട്ട് അവൾക്ക് ഉറക്കം വന്നില്ല. അവളുടെ മനസ്സിൽ കണ്ണ് തുറന്നാലും കണ്ണടച്ചാലും അവളുടെ മനസ്സിൽ എന്തേ ഉള്ളൂ? മഞ്ഞപ്പാവാട മാത്രം. അവൾ ഏറെ ആഗ്രഹിച്ച ആ മഞ്ഞപ്പാവാട നാളെ എനിക്ക് കിട്ടുമല്ലോ എന്നോർത്ത് അവൾ സന്തോഷിച്ചു. എന്നാൽ ഈ സമയത്ത് അവളുടെ അച്ഛനും അമ്മയും വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്തായിരുന്നു വിഷമത്തിൻ്റെ കാരണം? അവൾക്ക് പാവാട വാങ്ങിക്കൊടുക്കുവാനുള്ള പൈസ അവരുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്. എന്നിട്ട് അച്ഛൻ വിഷമത്തോടുകൂടി അമ്മയോട് ചോദിക്കുന്നു, നീ എന്തിനാണ് അവൾക്ക് ആശ കൊടുത്തത്? അപ്പോൾ അമ്മ പറയുന്ന മറുപടി കേൾക്കൂ. അവളുടെ വിഷമം കാണാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ അവളോട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞത്. എന്ത് വാങ്ങിത്തരാം? മഞ്ഞപ്പാവാട. ഇനി നമ്മൾ എന്ത് ചെയ്യും? നാളെ ഇനി അവളോട് എന്ത് പറയുമെന്ന് അച്ഛൻ വിഷമിച്ച അമ്മയോട് ചോദിച്ചു. അപ്പോൾ അമ്മ ഒരു ജനൽപ്പടിയിൽ നിന്ന് മൺകുടുക്കയെടുത്തു. അമ്മയ്ക്ക് കിട്ടുന്ന ചില്ലറ പൈസ സൂക്ഷിച്ചു വെച്ചിരുന്ന മൺകുടുക്കയായിരുന്നു അത്. എന്തിനാമേ ഈ പൈസയൊക്കെ? അവൾ ചോദിക്കാറുണ്ട്. അപ്പം അമ്മ മൺകുടുക്കയിൽ ചില്ലറ പൈസ ഇട്ട് വെക്കുമ്പോൾ അവൾ ചോദിക്കും, എന്തിനാ അമ്മ ഈ പൈസയൊക്കെ? അതോ മോൾക്കൊരനിയൻ ഉണ്ടാവുമ്പോൾ അരഞ്ഞാണം വാങ്ങാനാ. നിനക്ക് ഒരനിയനും കൂടെ ഉണ്ടാവുമ്പോൾ അവന് അരയിൽ കെട്ടിക്കൊടുക്കാൻ ഇങ്ങനെ ഇട്ടുവെക്കുന്ന പൈസ കൊണ്ട് അരഞ്ഞാണം വാങ്ങണം. അമ്മ ഇങ്ങനെയാണ് എപ്പോഴും അവളോട് മറുപടി പറയുന്നത്. നീ എന്ത് ചെയ്യാൻ പോവാ? അച്ഛനൊന്നും മനസ്സിലായില്ല. അച്ഛൻ വിചാരിച്ചു, അമ്മ എന്താണ് ഈ കുടുക്കയിലെ പൈസ എടുത്തിട്ട് ചെയ്യാൻ പോകുന്നത്? വേണ്ട, മോളെ വിഷമിപ്പിക്കേണ്ട. മോൾക്ക് പാവാടയ്ക്കുള്ള പൈസ ഇതിലുണ്ടാവും. അമ്മ കുടുക്ക നിലത്തുടയ്ക്കാനായി ഉയർത്തി. അവൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അത്. അവൾ ചാടി എഴുന്നേറ്റ് അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അപ്പോൾ അകത്ത് കട്ടിലിൽ കിടക്കുകയായിരുന്ന അവൾ എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മ മൺകുടുക്ക പൊട്ടിക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായി. അവൾ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അവൾ എന്താണ് ആഗ്രഹിച്ചിട്ടുണ്ടാവുക? തനിക്കൊരനിയനുണ്ടാവുമ്പോൾ ആ പൈസ കൊണ്ട് അരഞ്ഞാണം വാങ്ങി അവൻ്റെ അരയിൽ കെട്ടിക്കൊടുക്കണം. അമ്മ സൂക്ഷിച്ചു വെച്ച ആ പൈസ കളയണ്ട, അത് അനിയന് അരഞ്ഞാണം വാങ്ങാൻ എടുക്കാം. അതുകൊണ്ടാണ് അവൾ അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞത്. കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും കഥ നന്നായി വായിക്കണം. നല്ല രസമുള്ള കഥയാണ്. ഈ കഥ എഴുതിയത് ആരായിരുന്നു? ഡോക്ടർ കെ ശ്രീകുമാർ. നമുക്ക് ഈ കഥയിൽ കുറേ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ മിസ്സിനി അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞ കാര്യം നിങ്ങളെല്ലാവരും ചെയ്യണം. ഗ്രീറ്റിംഗ് കാർഡ് നിർമ്മിക്കാനുള്ളത് ടെക്സ്റ്റ് ബുക്കിലേതിലും ചെയ്യാം, നിങ്ങളുടെ നോട്ട് ബുക്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ തന്നെ പ്രത്യേകമായി ഗ്രീറ്റിംഗ് കാർഡുകൾ നിർമ്മിക്കുകയും ചെയ്യാം. അതൊക്കെ ചെയ്തതിന് ശേഷം മിസ്സിന് അയച്ചു തരണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.